ഹായ് ഫ്രണ്ട്സ്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. റിനി ജോർജ് എന്ന യുവ സിനിമാ നടി ഉയർത്തിയ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. അവരാരുടെയും പേര് പറഞ്ഞില്ല, പക്ഷേ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായി. അത് മുൻപേ അറിയാമായിരുന്നു. കാരണം ഇക്കാര്യമൊക്കെ അവർ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നടപടി ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത്, അവർക്കൊരു ആരോപണം ഉണ്ടെങ്കിൽ അതോ അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ പറയേണ്ടത് പത്രസമ്മേളനത്തിലൂടെയാണോ? അല്ല, അത് പോലീസ് സ്റ്റേഷനിൽ പറയണം, അല്ലെ കോടതിയിൽ പോകണം. അതല്ലേ ഇന്ന് മര്യാദ എന്ന് പറയുന്നത്. ആ കോടതി തീരുമാനിക്കട്ടെ, ചെയ്ത കുറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് കോടതി ശിക്ഷ തീരുമാനിക്കട്ടെ. അതല്ലാതെ പത്രസമ്മേളനം നടത്തി അയാളെ നാറ്റിക്കുകയാണോ ചെയ്യേണ്ടിരുന്നത്? ഇത് പറയുമ്പോൾ ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം നല്ലവനാണെന്നോ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിഞ്ഞുകൂടാ. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് അത്ര തന്നെ. ഇനിയിപ്പോൾ പലരും വരാൻ തുടങ്ങും, എന്നെ അങ്ങനെ ഉപദ്രവിച്ചു, എന്നെ അങ്ങനെ അധിക്ഷേപിച്ചു, ആ ചാറ്റ് ചെയ്തു, ചീറ്റ് ചെയ്തു, ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അതെ, അതെല്ലാം സത്യമാവണമെന്നില്ല. സത്യമാവണമെന്നില്ല എങ്കിൽ പോലും അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ പൊതുസമൂഹത്തിൽ എന്തെല്ലാം ആരോപണങ്ങൾ വരാറുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടാവാറുണ്ടോ? ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായി, തെളിവ് ഉൾപ്പെടെ പുറത്തു വന്നു. ഒരു ഉദാഹരണം മാത്രം എടുക്കുക, നമ്മുടെ സിനിമയുടെ മുകേഷ്, ആ മിനു മുനീർ എന്ന് പറയുന്ന ആ സിനിമാ നടി എന്തെല്ലാം കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ശ്രീമാൻ മുകേഷ് നിഷേധിച്ചതുമില്ല. അവയെല്ലാം യാഥാർത്ഥ്യമായിരുന്നു ഒരു പരിധിവരെയെങ്കിലും. ഒന്നും സംഭവിച്ചില്ല, ഒരു നടപടിയും ഉണ്ടായില്ല. ആ റിപ്പോർട്ടിന് ശേഷം യാതൊരു നടപടിയും ഉണ്ടായില്ല. ഒരു പരിധിവരെ ഗവൺമെന്റ് അവർക്ക് ഒത്താശ ചെയ്തു എന്ന് പറയേണ്ടി വരും. കാരണം ശ്രീമാൻ സിദ്ദിഖ് അറസ്റ്റ് വാറണ്ട് വന്നു, പിടികിട്ടാപ്പുള്ളിയായി. പക്ഷേ ജാമ്യം കിട്ടുന്നവരെ അയാൾ ഒളിവിൽ തന്നെ കഴിഞ്ഞു. ഒരറസ്റ്റും സംഭവിച്ചില്ല. അതിലെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമാൻ വേടൻ കേസ് കോടതിയിലാണ് ജാമ്യത്തിന് വേണ്ടിയുള്ളത്. അയാൾ ഒളിവിലുമാണ്. അയാൾ എവിടെ പോയി ആർക്ക് പറഞ്ഞുകൂടാ, അറിയത്തില്ല. ജാമ്യം ലഭിക്കുന്നവരെ ഒരു നടപടി ഉണ്ടാവുകയില്ല. ഇതെല്ലാം കവറിങ് അപ്പാണ്, മനുഷ്യന്റെ കണ്ണി പൊടിയിടാനായിട്ട്. അങ്ങനെ നോക്കുമ്പോ ആ കോൺഗ്രസ് നേതൃത്വം കാണിച്ച ആ ഇച്ഛാശക്തി വലുത് തന്നെയാണ്. ഒന്നും വേണ്ട, നമ്മുടെ പി ശശി മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാ, ഒരു യുവ സഖാവ്. അയാൾക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ തന്നെയാ കാര്യങ്ങൾ എല്ലായിടത്തും സംഭവിക്കാറ്. ഇനിയും ആരോപണങ്ങൾ വരും ഇയാൾക്കെതിരെ. ശരിയാണെങ്കിൽ തെറ്റുകാരനാണ്, ശിക്ഷിക്കട്ടെ, കേസെടുക്കട്ടെ, കോടതിയിൽ പോകട്ടെ, കോടതി വിധിക്കട്ടെ. അയാൾക്കെതിരെ വാളോങ്ങുന്ന ശ്രീമാൻ ശിവൻകുട്ടിയും ശ്രീമതി ടീച്ചറും മറ്റ് ഇടതുപക്ഷക്കാരും ഓർത്താൽ മതി, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അയാളെ വിധിക്കേണ്ടത് പത്രപ്രവർത്തകരോ മാധ്യമ വിചാരണയോ അല്ല. തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ കോടതി മുഖാന്തരം, അല്ലാതെ പൊതുജനങ്ങളോ പത്രമാധ്യമങ്ങളോ അല്ല. തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആരും രക്ഷപ്പെടാൻ പാടില്ല തന്നെ.